ഓം ശാന്തി. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എപ്പോഴും എല്ലാവരുടെയും സ്നേഹവും ആദരവും വാത്സല്യവും എല്ലാം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ 3 വാക്കുകളുടെ പ്രയോഗത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ വാക്കാണ് ഞാൻ എന്ന വാക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും നല്ല മിത്രവും ഒരാളുടെ ഏറ്റവും നല്ല ശത്രുവും അവർ തന്നെയാണ്. പക്ഷേ എപ്പോഴാണോ ഞാനെന്ന ഭാവത്തിൽ വരുന്നത്, ഏറ്റവും കൂടുതൽ തവണ ഞാനെന്ന വാക്കുപയോഗിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിലേഷൻസിൽ ആളുകൾക്കുള്ള അംഗീകാരം കുറവായിരിക്കും. പലരെയും കണ്ടിട്ടുണ്ട്, ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചായിരിക്കും കാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അത് കഴിഞ്ഞാലും ഞാനത് ചെയ്തപ്പോൾ, ഞാനത് പറഞ്ഞപ്പോൾ, ഞാനത് ചെയ്തു, ഞാനതിങ്ങനെയാക്കി. ഈ ഞാൻ എന്ന വാക്ക് അവരുടെ വായിൽ നിന്ന് എത്ര തവണ വരും എന്നതിന് യാതൊരു കണക്കും ഉണ്ടാവില്ല. എത്ര കൂടുതൽ ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ, ഞാൻ വലിയ ആൾ, ഞാൻ ശരി, മറ്റുള്ളവർ തെറ്റ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എത്ര കൂടുതൽ ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കൂടുതൽ ആളുകൾ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരിക്കുമോ. ഞാൻ എന്നുള്ളത് ഒറ്റയ്ക്കൊരു ശബ്ദമാണല്ലോ. ഒരാൾ കൂടുതൽ ഞാനെന്ന ശബ്ദത്തിൽ കടിച്ചു തൂങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടി വരും. അധികം ആളുകളും നിങ്ങളെ വിട്ടു പോകും. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഒരു ടീമായി നടന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഞാൻ എന്നുള്ളതിന് പകരം നമ്മൾ എന്ന വാക്ക് ഉപയോഗിച്ചോളൂ. നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാം, നമുക്ക് പരിശ്രമിക്കാം. നമ്മളെല്ലാവരും കൂടി ചെയ്തപ്പോൾ അത് ഭയങ്കര സക്സസ്സായി. നോക്ക്, നമ്മുടെ ടാസ്ക്, അത് നമ്മുടെ ടീം. ആ നമ്മൾ എന്ന ഒരു വാക്ക് ഒരു യാതൊരു രീതിയിലും അതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോലും അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നും അതിൻ്റെ ഭാഗവാക്കാവണം തോന്നും. അതേസമയം ഞാൻ എന്നുള്ളത് ഒരു ടീമാണെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ടായിരിക്കും. ആ ലീഡർ തന്നെയാണ് ആ കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻ എടുക്കുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലീഡർക്കാണ് വേണ്ടി വരിക. അതെപ്പോഴാണ് ഞാൻ പറയേണ്ടതെന്നറിയോ? എന്തെങ്കിലും ഒരു ടീം വർക്കിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് എൻ്റെ കുറ്റം നിങ്ങൾ പറയാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരു ടീമിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതൊക്കെ മറ്റുള്ളവർ, ജയിച്ചാൽ അതൊക്കെ ഞാൻ. ഇങ്ങനെയാണ് മനോഭാവമെങ്കിൽ ഈ ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. അതുകൊണ്ട് ഞാൻ പരമാത്മാവിൻ്റെ മഹാവാക്യത്തിൽ പറയുന്നത് ഓർമ്മിക്കും. ഞാൻ എന്ന ശബ്ദത്തിനോട് നിങ്ങൾക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ആത്മാ എന്നുള്ള കാര്യം ഉപയോഗിക്കൂ. ഞാൻ ആത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്, ഞാൻ സ്നേഹസ്വരൂപ ആത്മാവാണ്, ഞാൻ ശക്തിസ്വരൂപ ആത്മാവാണ്, ഞാൻ ഇന്ന സ്പെഷ്യാലിറ്റിയാണ്, ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്. ഈ രീതിയിൽ ആത്മാ എന്നുള്ള ശബ്ദത്തിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ അവിടെ ദുരഭിമാനം നമ്മളെ കീഴടക്കില്ല. അതുകൊണ്ട് ഞാനെന്ന ശബ്ദം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ആത്മാവും, എൻ്റെ എന്ന ശബ്ദം ഉപയോഗിക്കണമെങ്കിൽ അത് എൻ്റെ ഭഗവാനുമാക്കാൻ എപ്പോഴും ഭഗവാന്റെ മഹാവാക്യത്തിൽ കേട്ടിട്ടുണ്ട്. എൻ്റെ എന്നുള്ളതിന് ശാശ്വതമായൊരു അർത്ഥം ഉണ്ടെങ്കിൽ അത് ഈ ലോകത്തെ ഏത് വ്യക്തിയാണെങ്കിലും നമുക്ക് എത്ര തന്നെ സ്നേഹമുള്ള ആളാണെങ്കിലും ഒരു ദിവസം നമുക്കിത് വിട്ടുപോകണമെന്നുള്ള കാര്യം ഉറപ്പല്ലേ. അതുകൊണ്ട് എൻ്റെ എന്നതിൻ്റെ പൂർണ്ണമായ ശക്തി ഈശ്വരൻ്റെ അടുത്തു നിന്നും ഞാൻ എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാവം ഞാൻ ആത്മാവുമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ എന്ന ശബ്ദം ഒരു ടീമിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഒരു ടീമാണെങ്കിൽ നമ്മൾ എന്ന ശബ്ദം ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് പോവാം, നമുക്ക് ചെയ്യാം, നമുക്കൊന്നിച്ച് തീരുമാനിക്കാം, നമുക്കൊന്നിച്ച് കാര്യങ്ങൾ എടുക്കാം. അങ്ങനെ നമ്മൾ എന്ന ശബ്ദം ഉപയോഗിച്ച് നോക്ക്. എന്നാൽ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും നിങ്ങളുടെ കൂടെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. വലിയവർ നിങ്ങൾക്ക് വാത്സല്യം തരും, ചെറിയവർ നിങ്ങൾക്ക് ആദരവ് തരും, സമന്മാർ നിങ്ങളെ സ്നേഹിക്കും. ഇതിനൊക്കെ പറ്റിയ ഒരു വാക്കാണ് നമ്മൾ എന്ന വാക്ക്. അതേസമയം കുറച്ചുകൂടെ ഏതെങ്കിലും ഒരു കാര്യം പറയേണ്ടതാണെങ്കിൽ താങ്കൾ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ആപ്പ് എന്നാണ് പരമാത്മാവിൻ്റെ മഹാവാക്യം. അതിന് കറക്റ്റ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഉപയോഗിക്കും. എന്നാലും താങ്കൾ എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താങ്കൾ അത് നോക്കുകയാണെങ്കിൽ നന്നാവുമായിരുന്നു, താങ്കൾ ഇക്കാര്യം ചെയ്യുകയാണെങ്കിൽ നന്നാവുമായിരുന്നു. ഇനി പല സ്ഥലത്തും ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് താങ്കൾ എന്നുള്ളടത്ത് നിങ്ങൾ എന്ന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്ന് ഉപയോഗിക്കാറുണ്ട്. എന്താണെങ്കിലും വിത്ത് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരു കുട്ടിയോട് പോലും റെസ്പെക്റ്റോട് കൂടി പെരുമാറുകയാണെങ്കിൽ ആ കുട്ടിയും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നതായിരിക്കും. കുട്ടികളല്ലേ, അവരോട് അങ്ങനെ പെരുമാറിയാൽ മതി. വലിയവരല്ലേ, അവർക്ക് ആദരവ് കൊടുത്താൽ പോരെ എന്നല്ല. ഈ സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യം ആദരവാണ്. അതുകൊണ്ട് ഞാൻ എന്ന ശബ്ദം
കുറച്ച് ഉപയോഗിക്കുക, നമ്മളെന്ന ശബ്ദം മാക്സിമം ഉപയോഗിക്കുക. മറ്റൊരാളെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയേണ്ടി വരികയാണെങ്കിൽ അത് താങ്കൾ അഥവാ നിങ്ങളെന്ന ശബ്ദം ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ബന്ധങ്ങൾ അകലില്ല, നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ആദരവ് കിട്ടാതിരിക്കില്ല, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് ശത്രുക്കളെ ജനിപ്പിക്കില്ല. എല്ലാവരും നിങ്ങളെ ആദരിക്കുന്നവരായും കൂടെ നിൽക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി ഈ 3 വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.